എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഷമീർ പുള്ളിക്കാരൻ ഡ്രഗ് ടെസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് നെഞ്ചും പിരിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് വന്നിട്ട് അന്ത റിപ്പോർട്ട് വന്ന് സെല്ലാത് അത് വന്ന് ഉടായ്പ റിസൾട്ട് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ സംഭവം ഷമീർ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ കണ്ടിരുന്നു. ഞാനത് റിയാക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ പല ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ അന്ന് ദേവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതും അന്ന് ഈ കല്യാണിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞങ്ങളവിടെ ചെയ്തു. അതേപോലെ തന്നെ സജ്ന ഫിറോസ് ദിയാസനെ ബന്ധപ്പെട്ടൊരു വിഷയം ചെയ്തു. നിങ്ങൾ ദേവിൻ്റെ വീഡിയോയിൽ നോക്കിയാൽ മതി. അന്ന് എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ആ ക്ലിപ്പിംഗ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെ ടെസ്റ്റുകളാണ് ഷമീർ ചെയ്തതെന്നുള്ളത് ആ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തില്ല. ഞാനത് റിയാക്ട് ചെയ്യാത്തതിൻ്റെ കാരണം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് ചില സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ DDRCന്ന് അമ്മയ്ക്ക് ഷുഗറിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയബറ്റീസ് ടെസ്റ്റ് ചെയ്തിട്ട് ആ റിപ്പോർട്ട് ഞാൻ എടുത്ത് നോക്കി. ആ റിപ്പോർട്ട് നോക്കിയപ്പോൾ അതിനകത്തൊരു വാട്ടർ മാർക്ക് കിടക്കുന്നു. ഇവർ തന്നതിനകത്ത് ഇങ്ങനെ ഒരു A എന്ന് പറഞ്ഞിട്ട് ബാക്കിലടിച്ചതിൻ്റെ ഒരു വാട്ടർ മാർക്ക് പോലെ സാധനം വന്നിരിക്കുന്നു. ഇതേ സാധനം മെയിലായിട്ട് വന്നു. എൻ്റെ മെയിൽ ID കൊടുത്തിരുന്നത്. മെയിൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഒന്നുമല്ല. ഞാൻ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് അങ്ങനൊരു വാട്ടർ മാർക്ക് ഇല്ല. ഓക്കെ, അതുപോലെ അത് ഞാൻ ഷമീറിൻ്റെ വീഡിയോ ഒന്നുകൂടെ നോക്കിയപ്പോഴത്തേനും ഷമീർ ഒരു സാധനം കൈ വെച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ ഷമീർ നമ്മളെ കാണിക്കുന്ന റിസൾട്ടിനകത്ത് ഈ വാട്ടർ മാർക്ക് ഇല്ല. ഷമീർ അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇത് ഒറിജിനൽ ഇതായി എൻ്റെ കയ്യിലുണ്ട്, ഇതിൻ്റെ കോപ്പി എടുത്താണ് ഇതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒറിജിനലിനകത്തൊരു വാട്ടർ മാർക്ക് വേണ്ടേ എന്ന സംശയം ഞാൻ നിൽക്കുകയാണ്. കുറേ ദിവസം കൊണ്ട് ആ സംശയത്തിൽ ഞാൻ നിൽക്കുകയാണ്. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാനൊന്നും പോയില്ല. അവന്മാർ എന്തെങ്കിലും കാണിച്ചിട്ട് പോട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് സീക്രട്ട് ഏജൻറ്റ് ഇതേ സംശയം രംഗത്ത് വെച്ചുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എനിക്കിതിനകത്തെ പരിപാടി മനസ്സിലായി. ഓക്കെ, നമുക്ക് ആദ്യം എനിക്ക് സംശയം തോന്നാൻ ഇടയായ ഷമീറിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഡ്രഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഡ്രഗ് റിസൾട്ട് കിട്ടി. അതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുന്നതിൽ കള്ളമുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഇതാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾക്കോ ഞാനിത് അയച്ചു കൊടുക്കാം. ഇതാണ് സംഭവം. പുള്ളിക്കാരൻ്റെ ഒറിജിനൽ ഇരിപ്പുണ്ട്. പുള്ളിക്കാരൻ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒറിജിനൽ കയ്യിലിരുന്നിട്ട് നമ്മളൊരു കടയിൽ പോയിട്ട് ചേട്ടാ ഇതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം എന്ന് പറയുമോ, ഒറിജിനൽ കയ്യിലിരിപ്പുണ്ട് പക്ഷേ ഞാൻ മെയിൽ വന്ന സാധനം അയച്ചു തരാം, അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരണം എന്ന് പറയുമോ? അത് ലോജിക്കലി നോക്കുമ്പോൾ നമ്മളിത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനേ വഴിയുള്ളൂ. അതാണ് എനിക്ക് ഡൗട്ട് തോന്നുന്നത്. പിന്നെ ഷമീർ ഇതിനകത്ത് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം, മര്യാദയ്ക്ക് പോയ സീക്രട്ട് ഏജൻറ്റിനെ ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് നീ ഇത് കണ്ടിട്ട് പോടാ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി. പുള്ളിക്കാരൻ പണിയെ ശരിക്കും വഴിയെ കൂടെ പോയ വയ്യാവേലി അല്ലെങ്കിൽ വെടിയുണ്ട ഏണി വെച്ച് കയറിക്കൊണ്ടതല്ല, അപ്പോയിൻമെൻ്റ് എടുത്ത് കയറിക്കൊണ്ടൊരു പണിയാണ് ഷമീർ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. സീക്രട്ട് ഏജൻറ്റിനെ വെല്ലുവിളിക്കുന്ന സാധനം നമുക്കൊന്ന് കേൾക്കാം. ഇൻഫ്ലുവൻസറോ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർക്കോ സീക്രട്ട് ഏജൻറ്റോ വാട്ടവർ നിങ്ങൾ ആരെയാണോ പറയുന്നത് അവർക്ക് ഞാൻ ഇത് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇതാണെന്നല്ലാണ്ട് ഞാൻ ഇതൊന്നും കാണിക്കില്ല. ലൊക്കേഷൻ ലീക്ക് ആകുന്നതുകൊണ്ട് ഞാൻ മറച്ചു പിടിക്കുന്നു. ലൊക്കേഷൻ ലീക്കായ എന്താ കുഴപ്പം? ലൊക്കേഷൻ ലീക്കായി എന്ന് വെക്കുക. ഷമീർ ഫോർ എക്സാമ്പിൾ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. ഞാൻ ടെസ്റ്റ് ചെയ്തത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തുള്ള DDRCയിലാണ് വെക്കുക. ആ ലൊക്കേഷൻ ലീക്കായി. നാളെ വേർത്തനോട് വന്നിട്ട് DDRC മനുവിൻ്റെ റിസൾട്ട് ഇങ്ങെടുത്ത് എന്ന് പറഞ്ഞാൽ തരുമെന്നാണോ ഷമീറിൻ്റെ ചിന്ത? എനിക്ക് മനസ്സിലായില്ല എന്താണ് ലൊക്കേഷൻ ഇത്ര. അത് ഇനി ഒളിവിലാണ്, അതുകൊണ്ടാണ് ഷമീർ ഒളിവിൽ പോയേക്കുക. ഒളിവിൽ പോയിരുന്നിട്ട് ഡെയിലി വീഡിയോ ഇടുന്നു. ഹലോ ഗൈസ്, ഞാൻ ഒളിവിനാണ് ഗൈസ്, നിങ്ങൾക്ക് സുഖമല്ലേ എന്ന്. ഭയങ്കര ബുദ്ധിയാ. അപ്പോൾ ഇത് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമാണ്. ഓക്കെ, ലൊക്കേഷൻ ലീക്ക് ആകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മറച്ചു പിടിക്കുന്നത്. അപ്പോൾ ഇത് ഇമെയിലായിട്ടോ ഇനി PDF ആയിട്ടോ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിൽ ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവർക്കിത് അയച്ചു തരാം. ഓക്കെ, ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ഇത് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കണ്ടൻറ് ക്രിയേറ്ററാണ് സീക്രട്ട് ഏജൻറ്റ്. അപ്പം സീക്രട്ട് ഏജൻറ്റ് ആണെങ്കിൽ എനിക്കും കാണണം. ഞാൻ ഷമീറിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷമീർ റിപ്ലൈ തരുമോ നോക്കാം. അപ്പോൾ ഈ ലാബ് എന്ന് പറയുന്നത് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ളൊരു ലാബ് തന്നെയാണ്. ഇതാണ് ഈ സാധനം വരുന്നത്. ദിസ് എംബ്ലം ബിലോങ്സ് ടു നാഷണൽ ബോർഡ് ഓഫ് ടെസ്റ്റിംഗ് ആൻഡ് ലബോറട്ടറി. അങ്ങനെ ഒരു സാധനത്തിലാണ് ഈ സാധനം ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ലോഗോ സ്കാൻ ചെയ്താൽ തന്നെ മനസ്സിലാകും ഇത് അത്യാവശ്യം ക്രെഡിബിൾ ആയിട്ടൊരു സ്ഥാപനം തന്നെയാണ്. അവിടെ ആ ലാബൊക്കെ ഷമീർ പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സീക്രട്ട് ഏജൻറ്റിന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അനാവശ്യമായി സീക്രട്ട് ഏജൻറ്റിനെ ഇട്ട് ചൊറിയുന്നുണ്ട്. നമുക്ക് അത് കാണാം. അത് അന്നേരം നമുക്ക് ഇനി ഒരു രസം വരത്തുള്ളൂ. നമുക്കത് കാണാം. മിക്കവാറും ഒരു കണ്ടന്റ് ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്.
കണ്ടന്റ് ആക്കാൻ വേണ്ടി ചെയ്തത്, അല്ലാതെ അണ്ണന് നിരപരാധിത്വം തെളിയിക്കാനല്ല. നിങ്ങളൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ മേടിച്ചോ, അതിന് വേണ്ടിയിട്ടാണ് ഷമീർ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. നമുക്ക് അരി തരാൻ വേണ്ടിയിട്ട് നന്മയുള്ള ഷമീറേ. BMW ഷോറൂമിലെല്ലാം പോയി വണ്ടിയൊക്കെ നോക്കി അഡ്വാൻസ് ഒക്കെ കൊടുത്തെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഒരുവിധം അഡ്വാൻസ് ഒക്കെ പകുതി പൈസ കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അരിയണ്ണ ഇത് എന്തായാലും നിങ്ങൾ റിയാക്ട് ചെയ്യുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ, കാണാം ഗൈസ്, ബൈ ബൈ, ലവ് യു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഷമീറെ. ഞാൻ റിയാക്ട് ചെയ്യും. റിയാക്ഷൻ അല്ല, ഐ ഹാവ് സം ഡൗട്ട്സ്. ഇതൊരു സംശയങ്ങളാണ്. ഷമീർ എനിക്ക് തീർത്ത് തന്നാൽ അത്രയും നല്ലത്. ഓക്കെ, ഷമീറിനെ തീർക്കാനും പറ്റും. ഷമീർ തീർത്ത് തരും. കാരണം ഷമീർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. 5:30 ലൈവ് ഉണ്ട് ഗൈസ്. 5:30 ലേലം വിളിക്കുന്നില്ല, 5:30 ലൈവ് ഉണ്ട്. 5:30 ഞാനത് ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. വരും. പുള്ളിക്കാരനൊരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവായിരിക്കും. ആ 1.5 മണിക്കൂറിൽ ആദ്യത്തെ 1 മണിക്കൂർ പുള്ളിക്കാരൻ വരട്ടെ, എല്ലാവരും വരട്ടെ, ഞാൻ തെളിയിക്കും, ഞാൻ സത്യം പറയും, സത്യം മാത്രമേ ഞാൻ പറയൂ, നിങ്ങൾ സത്യം കേൾക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിച്ചു നീട്ടും. പിന്നത്തെ അരമണിക്കൂറിൽ എന്തെങ്കിലും പറയും. അതാണ് ഷമീറിൻ്റെ ഇപ്പോൾ ഒരു ലൈവിൻ്റെ ഒരു സാധനം നടക്കുന്നത്. അപ്പോൾ ഇന്ന് 5:30 വന്നിട്ട് കാണും. നമുക്കൊരു 7 മണിയാകുമ്പോൾ കണ്ടു തുടങ്ങാം. അപ്പോൾ കാര്യം പറയും എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലോ. പിന്നെ BMW കഥ, BMW ഞാൻ ഒഴിവാക്കി ഷമീർ. എനിക്കിപ്പോൾ BM ഇല്ല എൻ്റെ കയ്യിൽ. ഉണ്ടായിരുന്ന BM കൊടുത്തിട്ടാണ് ഞാനൊരു മെർസിഡീസ് ബെൻസ് എടുത്തത്. ഇനിയിപ്പോൾ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടൻറ്റൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു റേഞ്ച് റോവർ എടുക്കാം. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യില്ലല്ല, നിങ്ങളൊക്കെ പുറത്ത് തന്നെ ഉണ്ട്, നിങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കാറിൽ കയറ്റി റൗണ്ട് അടിപ്പിക്കാമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാനതൊന്നും ചെയ്യില്ല. കാരണം നിങ്ങൾ ആദ്യം ഒന്നും മര്യാദയ്ക്ക് എല്ലാവരും ഒന്ന് ജീവിക്കാൻ പഠിക്കും. വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങളെ മുന്നിൽ കൂടി 2 റൗണ്ട് അടിച്ച് ഞാൻ പോണത് നിങ്ങൾ നോക്കിയെന്നുള്ളൂ. BMW, റേഞ്ച് റോവർ, മേഴ്സിഡീസ് ബെൻസ്, സൈക്കിളെങ്കിലും മേടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു ഇതൊക്കെ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറി ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്ത്. ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് സീക്രട്ട് ടൈം പറയുന്ന ബാക്കിയും കൂടെ കേൾക്കാം. നാക്ക് വരളുന്നു. ഞാൻ സാമാനൊന്നും അടിച്ചിട്ടല്ല കേട്ടോ, ശരിക്കും തെറ്റ് പറ്റുന്നു, ക്ഷമിച്ചോളാം. ഞാൻ പറയുന്നതിൽ കള്ളമുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഇതാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾക്കോ ഞാനിത് അയച്ചു കൊടുക്കാം. ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറോ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർക്കോ സീക്രട്ട് ഏജൻറ്റോ വാട്ടവർ. നിങ്ങൾ ഇൻഫ്ലുവൻസർ ആയിട്ടില്ല, ഇൻഫ്ലൂ ആയതേ ഉള്ളൂ. എനിക്ക് തരുമോ? നമ്മൾ ഇൻഫ്ലുവൻസർ ആവണമെങ്കിൽ എന്തോരം വളരണമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഷമീറിനൊരു ഹായ് ഇട്ടിട്ടുണ്ട്. ഷമീർ ഇത് കാണുകയാണെങ്കിൽ എനിക്കൊന്ന് റിപ്ലൈ തരണം. അത് എനിക്ക് ഷമീർ ഒരു കാര്യം ചെയ്ത് തന്നാൽ മതി. ആ സാധനം സ്കാൻ ചെയ്ത് കിട്ടുന്ന പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സാധനം സീക്രട്ട് ആയിട്ട് ഇത്രയും പറയുമ്പോൾ നമുക്ക് സംശയം തോന്നുമല്ലോ. എനിക്ക് ഓൾറെഡി ഈ ഒരു സംശയത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ സാധനം ചെയ്യാതിരുന്നത്. നമുക്ക് നോക്കാം. ആണോ പറയുന്നത് അവർക്ക് ഞാൻ ഇത് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇതാണെന്നല്ലാണ്ട് ഞാൻ ഇതൊന്നും കാണിക്കില്ലല്ലോ. ഓക്കെ, ഗവൺമെന്റ് ഓതറൈസ്ഡ് എന്നൊക്കെ പറഞ്ഞ ലാബിൻ്റെ കാര്യങ്ങളൊക്കെ നീ പറയുന്നുണ്ട്. ഞാനത് വെരിഫൈ ചെയ്തു. ക്രെഡിബിലിറ്റി ഉള്ള ഒരു ലാബാണ്. നീ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം, സീക്രട്ട് ഏജൻറ്റിനോ വേറെ ആർക്കും വേണമെങ്കിൽ. കുറച്ച് നാട്ടുകാർ ഷമീറിനോട് പോയിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒറിജിനൽ അവിടുന്ന് കിട്ടിയ ബൈ ഹാൻഡ് കിട്ടിയ ആ കോപ്പി, ഓക്കെ, ആ ഹാർഡ് കോപ്പി ആ കവറിലിട്ട് അവരുടെ ആ ഒരു കോപ്പി അവിടുന്ന് അവൻ ബൈ ഹാൻഡ് വാങ്ങിയ ആ ഒരു സാധനം അതെനിക്കൊന്ന് മലപ്പുറം വന്ന് നീ ഒളിവിൽ വന്നാൽ മതി, ഒളിച്ച് വന്നാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒളിവിലേക്ക് വരാം. എന്നിട്ട് വന്നിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ വെരിഫൈ ചെയ്യാം. നമുക്ക് ഒളിവിൽ മതി, ഒന്നും വെളിച്ചത്തിൽ വേണ്ട, ഒളിവിൽ ചെയ്യാം. ഓക്കെ, ഈ പഴയ സീക്രട്ട് ഏജൻറ്റ് ഞാനൊക്കെ ഈ ബിഗ് ബോസ് കണ്ടിട്ട് ഈ പുള്ളി എനിക്ക് ബിഗ് ബോസിന് മുമ്പ് സീക്രട്ട് ഏജൻറ്റിനെ അറിയില്ല. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ഉള്ള ആളല്ല. ബിഗ് ബോസ് കണ്ടിട്ടാണ് ഈ സീക്രട്ട് ഏജൻറ്റ് ആരാന്ന്, സായി കൃഷ്ണൻ, അന്ന് സീക്രട്ട് ഏജൻ്റ് അല്ലല്ലോ, സായി കൃഷ്ണൻ ആരാണെന്ന് കാണുന്നു അറിയുന്നതൊക്കെ. അതിനുശേഷമാണ് ഞാൻ പുള്ളിയുടെ വൈഫ് പുള്ളിക്കാരനെ ട്രോളിട്ടാണ് പഴയ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ അന്ന് കണ്ടിരുന്നൊരു സീക്രട്ട് ഏജൻറ്റ് ഫീലുണ്ട് ഇതിനകത്ത്. അതിനുശേഷം പുള്ളി ഫുള്ള് ഡിപ്ലോമസി പരിപാടിയായിരുന്നു. ഇത് കൊള്ളാം, ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഒളിവിലാണെങ്കിൽ ആ ഒരു ഒളിവ് സെറ്റപ്പിൽ നമുക്കിത് കണ്ടിട്ട് എനിക്ക് വെരിഫൈ ചെയ്യണം. ഷമീർ സംശയം ഉണ്ടെങ്കിൽ വെരിഫൈ ചെയ്യണമെന്നല്ല പറഞ്ഞു, എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എനിക്കത് വെരിഫൈ ചെയ്യണം. ഷമീർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഷമീറിന് വേണമെങ്കിൽ എൻ്റെ നമ്പർ അയച്ചു തരാം, അല്ലെങ്കിൽ എൻ്റെ മെയിൽ ID അയച്ചു തരാം. അല്ലെങ്കിൽ ഞാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ എവിടെയാണോ ഒളിവിലെ ആ ഒരു പരിപാടി ഉള്ളത് അതിലേക്ക് ഞാൻ വിളിച്ച് തന്നെ വരാം. എന്നിട്ട് നേരിട്ട് കണ്ടിട്ട് എനിക്കതൊന്ന് വെരിഫൈ ചെയ്യാൻ ഷമീർ തരാൻ പറ്റൂ. ആൻഡ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഷമീർ പറഞ്ഞൊരു കേസുണ്ട്. ആ ലാബിൽ നിന്ന്, ഗവൺമെൻറ് വെരിഫൈഡ് ലാബിൽ നിന്ന് ഷമീറിന് ഇതൊരു ഹാർഡ് കോപ്പി ആയിട്ട് കവറിലിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നോട്ട് ദാറ്റ്. അത് നിങ്ങൾ കൃത്യം നോട്ട് ചെയ്യണം. ആൻഡ് ഷമീർ അതിൽ നിന്നൊരു കോപ്പി എടുത്തിട്ടാണ് ഫയലിനകത്ത് വെച്ചിട്ടുള്ളത്.
ഇത് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ സാധനം തന്നെയാണ് സീക്രട്ട് ഏജൻറ് പറയുന്നത്. കിട്ടിയ സാധനത്തിനകത്ത് വാട്ടർമാർക്ക് ഉണ്ടാവും, മെയിലി വരുന്നതിനകത്ത് വാട്ടർമാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ വാട്ടർമാർക്കുള്ള സാധനം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിനകത്ത് തിരുത്തുന്നത് വലിയ പാടാണ്. കാരണം ഈ പേപ്പറിൻ്റെ കളർ വേറെയുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് തിരുത്തുമ്പോൾ അത് പ്രശ്നമുണ്ടാകും. പക്ഷേ നമുക്ക് സോഫ്റ്റ് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ ഈ PDF ഓൺലൈൻ PDF എഡിറ്റർ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സൈറ്റുകൾ വരും. ആ സൈറ്റുകളൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ആ സൈറ്റിനകത്ത് നമ്മൾ ഈ PDF അപ്ലോഡ് ചെയ്തിട്ട് ഈ ഒറിജിനൽ നമ്മൾ ഈ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തത് PDF തന്നെയാണെങ്കിൽ അതിനകത്തൊന്ന് എഡിറ്റ് വരുത്തി ആ സെയിം ഫോണ്ടിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതേ പാസ്വേഡ് അടിക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്ന ഹാർഡ് കോപ്പിയിൽ വാട്ടർമാർക്ക് ഉണ്ടാവും. പക്ഷേ ഇവർ തരുന്ന നമ്മൾ ഈ എടുക്കുന്നതിനകത്ത് ആ വാട്ടർമാർക്ക് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഇനി നമുക്ക് ഷമീർ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു അതിൻ്റെ സുനാപ്പികൾ കാണിക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇതാണ് ഇപ്പോൾ ഉള്ള വേണ്ട. ഇതൊക്കെയാണ് ഷമീർ ടെസ്റ്റ് ചെയ്ത സാധനങ്ങൾ. ഇത് മിറർ ഇമേജ് ആട്ടോ. ഇതിനകത്ത് ഒരു സാധനം ഷമീർ പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കിയെന്നാണ് സീക്രട്ട് ഏജൻറ്റ് അവകാശപ്പെടുന്നത്. ഈ ലിസ്റ്റിനകത്ത് ഒരെണ്ണം പോസിറ്റീവായിരുന്നു. ഒരു സാധനം പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിനെ നെഗറ്റീവ് എന്ന് പുള്ളിക്കാരൻ എഡിറ്റ് ചെയ്ത് സ്മഡ്ജ് ചെയ്ത് ബ്ലർ ചെയ്ത് കാണിച്ചു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ആൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അങ്ങേരുടെ പേരിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതേസമയം ഈ ഷമീർ തൊപ്പി എന്ന് പറയുന്ന ടീമിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഇവിടെ പറ്റിപ്പ് ഇതാണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി. ആയതിനാൽ നിങ്ങളിത് പ്രൂവ് ചെയ്യേണ്ടി വരും. ഈ സീക്രട്ട് ഏജൻറ്റ് ഈ ലാബിൻ്റെ ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടിട്ടുണ്ട്. ആ വോയിസ് റെക്കോർഡ് ഒന്ന് കേൾക്കാം. ഹലോ ഹായ്, എൻ്റെ പേര് സായി കൃഷ്ണൻ എന്നാണേ. ഓക്കെ, ഞാൻ ലിയോ ലാബ്സിൻ്റെ ഒരു കണ്ണൂർ നിങ്ങളുടെ അതന്നെയല്ലേ നിങ്ങളുടെ സ്ഥാപനം? ഓക്കെ, ഞാൻ ലൊക്കേഷൻ ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ. ഷമീർ പൊത്തിയൊക്കെ കാണിച്ചതാ. ലൊക്കേഷൻ ലീക്കാക്കല്ലേ, ലിയോ ലാബ്സ് ആണെന്ന് സീക്രട്ട് ആയിരിക്കണം. ഈ വിഷയം നമ്മൾ 3 പേരും അല്ലാതെ മറ്റാരും അറിയില്ല. ഞാൻ സീക്രട്ട് അതിൻ്റെ നിങ്ങൾ ഷമീർ പോലും അറിയില്ല ഈ ലൊക്കേഷൻ ലീക്ക് ആയിട്ടുള്ള കാര്യം. കേട്ടല്ലോ, സീക്രട്ടായിട്ട് വെച്ചോ. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ ഷമീറില്ലേ, ഷമീറിൻ്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന് ഇത് കണ്ടിട്ടേ ഐ ഗോട്ട് ആൻ ഇൻഫർമേഷൻ ലൈക്ക് അത് ഭയങ്കര ക്രെഡിബിൾ ആയ സ്ഥലത്താണ് കിട്ടിയത്. അവൻ്റെ റിസൾട്ട് കാണിച്ചത് ഫേക്ക് ആണ് എന്നുള്ളത്. സോ അത് എനിക്കറിയാം, ലാബ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഐ നോ, ബിക്കോസ് ഞാൻ കണ്ണൂർ അന്വേഷിച്ച് നിങ്ങൾ ഭയങ്കര റെപ്യൂട്ടഡ് ആണ്. പക്ഷെ നിങ്ങളെ കൂടി പറ്റിക്കുന്ന രീതിയിൽ അവനത് ചെയ്യുമ്പോൾ ഇന്നലെ നമ്മളത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഡെസ്കിന് വിട്ടു എന്നാണ് പറയുന്നത്. ഓൾറെഡി ഈ ഷമീർ എന്ന് പറയുമ്പോൾ ഏത് ഷമീർ? ഒരു ആയിരക്കണക്കിന് ഷമീർമാർ ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഷമീർ എന്ന പേര് പറഞ്ഞ ഉടനെ അയാൾ റെക്കഗ്നൈസ് ചെയ്തു ഷമീർ ഏതാന്നുള്ളത്. അപ്പോൾ ഈ വിഷയം ഓൾറെഡി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മാത്രമല്ല, ഞങ്ങളിത് ശ്രദ്ധിച്ചപ്പോൾ ഡെസ്കിന് കൊടുത്തു എന്ന് പറഞ്ഞു. അവിടെ ഒരു പ്രശ്നമില്ലാത്ത ചുമ്മാ ഷമീർ വന്ന് നമ്മളെല്ലാം നെഗറ്റീവ് എടുത്ത് നാട്ടുകാരെ കാണിച്ചു. അതിനിവർ ഡെസ്കിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടല്ലോ ഷമീറേ. നിങ്ങൾ ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അങ്ങനത്തെ നീക്കം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ കൊടുത്തത് അവൻ കൊണ്ടുപോയി തിരുത്തിയിട്ടല്ലേ? കമന്റ് ചെയ്യാൻ വേണ്ടി അസക്തനാണ്. അല്ലല്ല, നമ്മൾ കൊടുത്ത റിപ്പോർട്ട് തന്നെയാണ് എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. ഇത് തിരുത്തിയാണെന്നും പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇല്ല, അത് നമ്മൾ കൊടുത്ത റിപ്പോർട്ടാണ് എന്നൊരു സാധനവും പുള്ളി പറഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ സംശയമുളവാക്കുന്ന അടുത്ത പ്രശ്നം. നമുക്ക് വീണ്ടും മുന്നോട്ട് കേൾക്കാം. എനിക്ക് മനസ്സിലായി. ഞാനെന്താ അറിയാം, നമുക്കിത് കേസായോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി, അല്ലാതെ നിങ്ങൾ ഇതിൽ ഒരു കോളും പറയണ്ട. അത് തീർച്ചയായിട്ടും നമ്മൾ തെറ്റായ പ്രവൃത്തി സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. ഓക്കെ, തെറ്റായ പ്രവൃത്തി. അപ്പോൾ അവിടെ എന്തൊരു ഒരു സാധനമുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഷമീറിൻ്റെ ഒരു ഇത് വരണം. എന്നിട്ട് ഷമീറിനി പറയുമെന്ന് അറിയത്തില്ല, ലാബുകാർ അത് തിരുത്തി തന്നതാണ്, ലാബുകാരുടെ തെറ്റാണിത്, എനിക്കൊന്നും അറിയത്തില്ല, എനിക്കാണ് തിരുത്താൻ പോലും അറിയത്തില്ല, ആകെ സ്ട്രീം ചെയ്യാനും സ്ട്രീം ഓഫാക്കാനും മാത്രമേ എനിക്കറിയൂ എന്നൊക്കെ ഷമീർ വന്ന് പറയുമോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനി എന്താണ് ഈ പുള്ളിക്കാരെ തിരുത്തിയതെന്നുള്ളത് സീക്രട്ട് ഏജൻറ്റ് പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. സെറ്റാക്കി ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഈ സാധനമാണ് ഇവൻ ഇതിൽ എഡിറ്റ് ചെയ്തു എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയ ഐറ്റം. ഓക്കെ, ഇതിലേറ്റവും അവസാനത്തിലുള്ള ആ ഒരു സംഗതി.
അപ്പോൾ അതെന്താണെന്നുള്ളതാവും അപ്പോൾ നിങ്ങൾ നോക്കി വായിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതായിരിക്കും നല്ലത്. ഞാനൊക്കെ ഇത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ വൻ കോമഡി ആയിപ്പോവും. അതിലും നല്ലത് സീരിയസ് ആയിട്ട് അവതരിപ്പിക്കുന്ന സീക്രട്ട് ഏജൻറ്റ് വായിച്ചാട്ടെ. വായിച്ച് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം. ടെട്രാ ഹൈഡ്രോ കനോബിയൽ. ഓക്കെ, ടെട്രാ ഹൈഡ്രോ കനോമിയൽ THC എന്ന് നോക്കിയാൽ മതി. THC എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിനകത്ത് വരുന്നത് ഇത് ഈ ശരീരത്തിൽ ലഹരി ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന പല ടെസ്റ്റുകളിൽ ഒന്ന് മാത്രമാണ്. അത് എന്തിൻ്റെ ടെസ്റ്റാണെന്ന്, എന്ത് തരം ലഹരിയാണ് നമ്മുടെ ശരീരത്തുള്ളത് എന്ന് അറിയുന്നതെന്ന് നമുക്ക് ബാക്കി സീക്രട്ട് പറഞ്ഞിട്ട് കേൾക്കാം. കനാബിനോൾ, ടെട്രാ ഹൈഡ്രോ കനാബിനോൾ. ഇത് പോസിറ്റീവ്. ഇത് എന്താണെന്ന് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കുക. അത് ശരി, നമ്മൾ നെറ്റിലടിച്ച് നോക്കണം. ഇത്രയും പറയുമ്പോൾ അതും കൂടെ അങ്ങ് പറഞ്ഞൂടെ. ഈ ടെട്രാ സുനാപ്പി സുങ്കുറാപ്പി എന്ന് പറയുന്ന സാധനം പച്ചലയാണ്. മറ്റേ പച്ചലയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഇത്തരത്തിൽ ശരീരത്തിൽ ലഹരി ഉണ്ടോ എന്ന് അറിയാനായിട്ടുള്ള പലതരം ടെസ്റ്റുകളുണ്ട്. 1 യൂറിൻ പരിശോധിക്കാം, 2 രക്തം പരിശോധിക്കാം, 3 മുടി പരിശോധിക്കാം, നഖം പരിശോധിക്കാം എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതിനകത്ത് യൂറിനാണ് നമുക്ക് നേരെ പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 ആഴ്ച ആ ഒരു ടൈം പീരീഡിനകത്ത് നമ്മുടെ ശരീരത്തിൽ ഈ സാധനം നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കും. ഇനി ബ്ലഡ് ആണെങ്കിൽ കുറച്ചും കൂടെ വരും. ഏറ്റവും ലോങ് ഡേയ്സ്, അതായത് 3 മാസമൊക്കെ അറിയണമെങ്കിൽ മുടി എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിനകത്ത് യൂറിൻ മാത്രമേ നമുക്ക് ഡയറക്റ്റായിട്ട് പോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പറയുന്ന ബ്ലഡോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. മുടിയൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇത് കേസായിട്ട് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ മുടിയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വിദേശത്തേക്ക് എന്തെങ്കിലും ജോലിക്ക് പോവുകയാണ്, അതിന് ഇങ്ങനത്തെ ടെസ്റ്റ് വേണമെന്നുള്ള ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുമല്ല, ഇവൻ എന്തോ മാനസിക പ്രശ്നമുണ്ടോ എന്നൊരു സംശയം, അത് ഇതടിച്ചിട്ടാണോ എന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു 1.5 ആഴ്ച വരെയുള്ള സാധനമാണ് കിട്ടുന്നത്. ഈ 1.5 ആഴ്ചക്കുള്ളിലും നീ സുനാപ്പി അടിച്ചില്ലേ, നീ ഈ ഇല ഭക്ഷിച്ചു, ആ ഇലയല്ലേ നീ തൊപ്പിയുടെ വീട്ടിൽ നിന്ന് പൊക്കിയെന്ന് പറഞ്ഞത്. ഇതിനകത്ത് തൊപ്പിയെ ഞാൻ പുണ്യാളനായിട്ടൊന്നും കാണിക്കുന്നില്ല. അതായത് ഒരു കൂട്ടത്തിൽപ്പെട്ട എല്ലാം കണക്കാണ്. ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ജാസി ക്ലീൻ ആടാ, ജാസി ക്ലീൻ എന്ന് പറഞ്ഞ് ജാസി എന്തിയേ? ജാസിയും എൻ്റെ കൂടെ ടെസ്റ്റ് ചെയ്യാൻ വന്നില്ലായിരുന്നോ? മറ്റേ മമ്മു എന്തിയേ? മമ്മുവിനെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചില്ലല്ലേ? അപ്പോൾ ജാസിയുടെ ടെസ്റ്റും കൂടെ കൊണ്ടുപോവാ. അതെന്തൊരു പരിപാടിയാണെന്ന് മനസ്സിലായില്ല. ഇതിൽ ഷമീർ ഇന്ന് 5:30 ലൈവ് വരും. ആ ലൈവിനകത്ത് ചില സത്യങ്ങൾ വിഷം തുപ്പുന്ന പോലെ തുപ്പുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് വരട്ടെ. ഇങ്ങനൊരു സാധനം എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നിടാവെ കുടുങ്ങും കേട്ടോ. ഞാൻ ഷമീറിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷമീർ പറ്റിയെങ്കിൽ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ ആ സാധനം എനിക്കും കാണാൻ താല്പര്യമുണ്ട് കേട്ടോ. നമ്മളെ വലിയ ഇൻഫ്ലുവൻസർ ഒന്നുമല്ല, നമ്മളെ വരുന്നാരും പറയത്തില്ല. എന്നാലും ഞാനായിട്ട് പറയാം, എനിക്ക് കാണാൻ താല്പര്യമുണ്ട്. ആ സാധനം എന്നെ കൂടെ കാണിക്കും, നോക്കട്ടെ. അപ്പോൾ ഈ മറ്റേ സാധനം ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചാലും മതി കേട്ടോ. എനിക്കങ്ങനെ സീക്രട്ട് ഏജൻറ്റിനെ പോലെ നേരിട്ട് ഞാൻ ഒളിവി വന്ന് കണ്ടോളാം ഒന്നും പറയത്തൊന്നുമില്ല. എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചാൽ ഞാൻ വിശ്വസിച്ചോളാം. ഷമീറിന് എനിക്ക് വിശ്വാസമാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ബേസിക് സാധനം ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഷമീറെ പെടും, പോലീസ് കേസാവും. ഇതിപ്പോൾ എന്തായാലും സംഭവിക്കുന്നത്, ലാബുകാർ അവർ കൊടുത്ത റിസൾട്ട് തിരുത്തി ലാബിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കിൻഡാസ് അങ്ങോട്ട് അയച്ചു തരും. മൊത്തത്തിൽ ഷമീറിൻ്റെ അടുത്തൊരു തീരുമാനം. ഇനിയിപ്പോൾ സത്യസന്ധമായിട്ടുള്ള സാധനം പുറത്തു വരും. ഓപ്പറേഷൻ തൂഫാൻ എന്തൊക്കെയാവും എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. ഇന്ന് 5:30 ഷമീറിൻ്റെ ലൈവൂടെ കണ്ടിട്ട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. വീഡിയോ കണ്ടിടത്തോളം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തിയിട്ടാണ് വരാം.